ഹലോ ആൻഡ് ഹാപ്പി സൺഡേ. സോ ഒരു വീക്കിൽ ആകെ 1 ഡേ നമുക്ക് റെസ്റ്റ് എടുക്കാറുണ്ട്, ദാറ്റ് ഈസ് സൺഡേ. ആൻഡ് എനിക്ക് സൺഡേ മോസ്റ്റ്ലി വീട്ടിൽ തന്നെ ഇരുന്ന് ഒന്ന് ഫുൾ റെസ്റ്റ് ദ ബോഡി കൊടുക്കാനാണ് എനിക്കിഷ്ടം. ഫുൾ റെസ്റ്റ് ദ ബോഡി ആൻഡ് ഫുൾ റെസ്റ്റ് ദ മൈൻഡ്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. സോ ഞാൻ വീട്ടിൽ തന്നെ ആയിരിക്കും മിക്ക സൺഡേ ഞാൻ ഉണ്ടാവുക. പിന്നെ കുറേ കാണുന്ന കബോർഡ്സൊന്നും ഞാൻ ഇതുവരെ അടച്ചിട്ടില്ല, ബിക്കോസ് പെയിൻറ്റിങ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാണ്. ഞാൻ എന്തായാലും എല്ലാം റെസ്റ്റപ്പായിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാ പണിയും കഴിയട്ടെ, 2 ഡേയ്സും കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത്. എല്ലാ പണിയും കഴിയട്ടെ, കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചെയ്യാം. കഴിഞ്ഞ ബ്ലോക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ലൈക്ക് പനിയാണ്, തലവേദനയാണ്. തലവേദന എനിക്ക് അന്ന് തന്നെ പോയിരുന്നു. ഒരു ഗ്ലാസ് കഞ്ഞി വെള്ളത്തിൽ നല്ല പോലെ ഉപ്പിട്ട് കുടിച്ചു ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും ഞാൻ നല്ല ഓക്കെ ആയി. എനിക്ക് പിന്നെ തലവേദന ഒന്നും ഫീൽ ചെയ്തില്ല. പിന്നെ 2-3 ദിവസത്തേക്ക് ഞാൻ ക്ലിനിക്കിൽ പോയിട്ടുണ്ടായിരുന്നു. സോ ഞാനിപ്പം ഓക്കെ ആണ്, ഗോഡ് ബ്ലെസ്, ഞാൻ ഓക്കെ ആണ്. നമുക്ക് എന്തായാലും ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും സൺഡേ വ്ളോഗ് ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു ഐഷൻസ് വേൾഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നലെ അമ്മ കുറച്ച് ഫിഷ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് കുക്ക് ചെയ്യും. അപ്പം ഞാൻ ഫസ്റ്റ് വിചാരിച്ചു അത് കുക്ക് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ എന്തായാലും നമ്മൾ ഹെയറൊക്കെ ഒന്ന് ടൈ ചെയ്ത് താഴെ ചെന്ന് ഫിഷ് ക്ലീൻ ചെയ്യണം, അതിനുശേഷം അത് കുക്ക് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് കടന്നാലോ? അപ്പോൾ ഇതാ ഞങ്ങളുടെ തോട്ടത്തിൽ ഒരു 3 നാരങ്ങ ഇട്ടിട്ടുണ്ട്, അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതിനി ഒന്നുകൂടി ഒന്ന് വളരട്ടെ, എന്നിട്ട് നമുക്ക് പറിച്ചെടുക്കാം. അപ്പോൾ ചാളയാണ് മേടിച്ചുകൊണ്ട് വന്നിരുന്നത്, ഇതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങൾ മീനെ വളർത്തുന്നതാണ്. ഫിലോപ്പി മീനാണ് ഇതിനകത്ത് വളർത്തുന്നത്. അങ്ങനെ നമ്മുടെ ഫിഷ് ക്ലീനിങ് ഒക്കെ ഓൾമോസ്റ്റ് കഴിയാറായി. അപ്പോൾ നമ്മൾ ഫിഷ് മാരിനേറ്റ് ചെയ്തിട്ട് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. കുറച്ചെണ്ണം ഫ്രീസറിൽ ഇരിക്കട്ടെ. ഇനി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ, കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി പോയി മീൻ ഫ്രൈ ചെയ്യാം. ഓക്കെ, അങ്ങനെ മീനൊക്കെ ഫ്രൈ ചെയ്തു, നല്ല ടേസ്റ്റ് ഉണ്ടായി. അങ്ങനെ മീനും മുട്ടയും എല്ലാം കൂടി ചേർത്ത് അന്നത്തെ ഉച്ചത്തെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു ബോളിൽ ഡെക്കർ ചെയ്യാനായിട്ട് ഈ മാക്രിമേ ആർട്ട് ചെയ്തത്. ഞാൻ എംബ്രോയിഡറി ഹൂപ്പാണ് എടുത്തത്. വേറെ സർക്കിളൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ എംബ്രോയിഡറി ഹൂപ്പിൽ ചേർന്ന് വെച്ചു. പിന്നെ വൈറ്റ് കളറിൽ മാക്രിമേ ബോക്സ് ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ കിച്ചു ബ്രോഡ്വേ പോയിട്ട് വാങ്ങിച്ചിരുന്നു. ഇത്ര ദിവസമൊക്കെ ഞാൻ ഉപയോഗിച്ചില്ല, എനിക്ക് ട്രൈ ചെയ്ത് നോക്കാം. സക്സസ് ആയാലും ഞാൻ കാണിച്ചു തരാം. ഇതുവരെ ഞാൻ എത്തിച്ചിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഉദ്ദേശിക്കുന്ന ഒരു മണ്ഡല വർക്കാണ്, പക്ഷേ ഇപ്പോൾ ഇതൊരു ഡ്രീം ക്യാച്ചർ കൈൻഡ് ഓഫ് ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ സൺഡേ അങ്ങനെയൊക്കെ കഴിഞ്ഞു. ഹോപ്പ് ടു സീ യു സൂൺ ഓൺ മൈ നെക്സ്റ്റ് വ്ലോഗ്. ബൈ ബൈ, ടേക്ക് കെയർ. ഇനി ഉറങ്ങിയിട്ട് വരാം. സോ ഞാൻ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കിടക്കും. അപ്പോൾ ഇനി ഉറങ്ങാനുള്ള ടൈമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. Bye bye. Hope you enjoyed my vlog. See you on my next vlog. Take care.